السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقه قولي. صلى الله على سيدنا محمد وعلى آل سيدنا محمد. قال سبحانه وتعالى: يا أيها الذين آمنوا استعينوا بالصبر إن الله مع الصابرين. قال نبي محمد مصطفى صلى الله عليه وسلم: الصبر نصف الإيمان. ബഹുമാനാദരവുകൾ നിറഞ്ഞ വിധികർത്താക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ക്ഷമ അഥവാ സബർ. ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും സന്തോഷവും സമാധാനവും നിലനിർത്താനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് ക്ഷമ. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ക്ഷമ? നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പതറാതെ അള്ളാഹുവിന്റെ വിധിയിൽ ഉറച്ചു നിൽക്കുന്നതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. അത് വെറും ഒരു നിസ്സഹായതയല്ല, മറിച്ച് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തതിന്റെ അടയാളമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്തി ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക. തീർച്ചയായും ക്ഷമാശീലരുടെ കൂടെയായിരുന്നു അള്ളാഹു. ക്ഷമിക്കുന്നത് കൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ക്ഷമിക്കുന്നവരുടെ കൂടെയായിരുന്നു അള്ളാഹു. ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉള്ളപ്പോൾ പിന്നെ ആരെയാണ് നമ്മൾ ഭയക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ക്ഷമിച്ചവർ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമുടെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. സമ്പത്തും ആരോഗ്യവും മക്കളും നഷ്ടപ്പെട്ടിട്ടും പതറാതെ അള്ളാഹുവിനെ കൂടുതൽ അടുത്തു. അതിനാൽ അള്ളാഹു അദ്ദേഹത്തിന് എത്ര പ്രതിഫലങ്ങളാണ് ഞാൻ നൽകിയത്. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയായി അള്ളാഹു അദ്ദേഹത്തിന് നൽകി. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ഇത് ഒരു പരീക്ഷണമാണ്. ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമാണ്. പരീക്ഷണങ്ങൾ നേരിട്ടാൽ എനിക്ക് പരീക്ഷണങ്ങൾ വിജയിക്കാൻ കഴിയും. അള്ളാഹു നമുക്കെല്ലാവർക്കും ക്ഷമിക്കാനുള്ള കഴിവും മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ക്ഷമാശീലരുടെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരട്ടെ. ഇരുലോകത്തും വിജയിക്കുന്ന യഥാർത്ഥ മുസ്ലിമുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Code letter D. Judges, please.